നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്ലാനിങ്ങുകളുണ്ട്. പ്ലാനിങ്ങുകൾ നമുക്ക് അനന്ത സാധ്യതകളെ തുറക്കുന്നതാണെന്ന ചിന്താഗതിയിലൂടെ നമ്മൾ മുൻപോട്ട് പോകും. ഇത്ര വയസ്സാകുമ്പോൾ നമ്മൾ ഇന്ന നിലവാരത്തിലെത്തണം, ഇത്ര ഏജ് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞു പോകണം എന്നൊക്കെയുള്ള നിലവാരത്തിൽ ഒരുപാട് പ്ലാനിങ്ങുകളുമായി മുൻപോട്ട് കടന്നു പോകുന്നവരാണ് മനുഷ്യരായ നാം ഓരോരുത്തരും. പ്ലാനിങ്ങുകൾ തെറ്റല്ല, ആസൂത്രണം ഒരു തെറ്റായ കാര്യമല്ല. കൃത്യമായ ആസൂത്രണം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ കാര്യങ്ങളെ കുറച്ച് ഈസി ആയിട്ടുള്ള വേയിലൂടെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായി സാധിക്കും. പക്ഷേ നമ്മളുടെ പ്ലാനിങ്ങുകൾ ചിലത് പൊളിയുന്ന സമയം, അല്ലെങ്കിൽ നമുക്ക് നാം ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ നടത്തിയെടുക്കുവാൻ കഴിയാതെ വരുന്ന ചില സമയങ്ങളിൽ നാം തകർന്നു പോകാറുണ്ട്. അല്ലെങ്കിൽ ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടും നമുക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിഞ്ഞില്ലല്ലോ, ഇനി നാം അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ എത്ര കാലം പണിയെടുത്താൽ, എത്ര കാലം കഷ്ടപ്പെട്ടാൽ, എത്ര കാലം ചിന്തിച്ചാൽ കഴിയും എന്ന് ഞാനും നിങ്ങളും ഒരുപാട് സമയങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ട്. പ്രിയരെ, ഒന്ന് ചിന്തിച്ചേ, നാം എടുത്തിരിക്കുന്ന ചില ആസൂത്രണങ്ങളിൽ പാളിച്ചകൾ കടന്നു വരുന്നതിൻ്റെ കാരണം നാം എവിടെ എത്തണമെന്നുള്ള കൃത്യമായ കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിലും അതിലേക്ക് നമ്മെ എത്തിക്കുവാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ അനുവദിക്കാത്ത പക്ഷമാണ് നാം അങ്ങനെയൊക്കെ ആയിത്തീരുന്നത്. നമ്മളുടെ പ്ലാനിങ്ങുകൾ നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ അത് ആ ആസൂത്രണം നമുക്ക് നടത്തിയെടുക്കുവാൻ കഴിയാതെ പോകും. നമ്മെക്കുറിച്ചെല്ലാം അറിയാവുന്ന, നമുക്ക് വേണ്ടുന്ന എല്ലാ ഇൻസ്ട്രക്ഷനുകളും തന്ന് എന്നെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുന്നമേ, അല്ലെങ്കിൽ എന്നെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ എന്നെ പറ്റിയുള്ള എല്ലാ ധാരണകളും അറിയാവുന്ന ഒരുവൻ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങുകൾ കുറച്ചു മതി. പ്ലാനിങ്ങുകൾ മൊത്തവും, അല്ലെങ്കിൽ ആസൂത്രണങ്ങൾ മൊത്തവും അവൻ ചെയ്തെടുക്കും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സൃഷ്ടാവാകുന്ന ദൈവത്തിനെ കുറിച്ചാണ്. അങ്ങനെ പറയുവാനൊരു കാരണം, ലോക സ്ഥാപനത്തിന് മുന്നമേ, അല്ലെങ്കിൽ ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുന്നമേ എന്നെയും നിങ്ങളെയും കണ്ടു എന്ന്, അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള വഴികളെക്കുറിച്ച് അവൻ രചിച്ചു വെച്ചിരിക്കുന്നു എന്ന് തിരുവചനം നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ പ്ലാനിങ്ങുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഏൽപ്പിക്കാമോ? ഇന്നലെ വരെ നാം നെയ്തെടുത്ത സ്വപ്നങ്ങൾക്ക് കൃത്യമാർന്ന നിലവാരത്തിൽ ജീവൻ വെക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അധ്വാനിച്ചിട്ടും നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകളിൽ നിങ്ങൾക്ക് വേണ്ടി പലരെയും ഒരുക്കി നിങ്ങളുടെ സൃഷ്ടാവാകുന്ന ദൈവത്തിന് അത്ഭുതങ്ങളെ രചിക്കുവാനാകും. ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ഈ ശബ്ദ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഇന്നലെ വരെ നിന്റെ അധ്വാന മേഖലകൾ ഒന്നുമല്ലാതെയായി മാറിയെങ്കിൽ ഇന്നു മുതൽ ആ കർത്താവിലേക്ക് നിങ്ങൾ ചേരുന്നുവെങ്കിൽ, ആ ദൈവത്തിൻ്റെ ശബ്ദത്തിന് അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ചില തീരുമാനങ്ങളെ നിങ്ങൾ എടുക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട സ്വപ്നങ്ങൾ പ്രാവർത്തികമാകുന്ന സമയങ്ങൾ വിദൂരമല്ല. ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ പാളിപ്പോയ ആസൂത്രണങ്ങളെ ഒക്കെ മാറ്റി പുതിയത് ചിലതിനെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് തമ്പുരാൻ ഒരുക്കുകയാണ്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ രചിക്കുകയാണ്. ഇത് നിങ്ങളുടെ ദിനമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ വേദനകളെ മറന്നേക്കൂ. ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയതിനെ നിർമ്മിക്കുന്നു. ആമേൻ.